Good evening. Good evening, ma'am. Good evening, ma'am. Good evening. A few people only. So we will start with a silent prayer, or if anyone else is ready to give prayer, please. Or we can, yes, anyone? Or we can start with a silent prayer. ഇതുപോലൊരു കൊച്ചു നോട്ട്ബുക്ക് നിങ്ങൾ വാങ്ങണേ. 120 pages മതി, ഇനഫ്. ചെറിയ നോട്ട്ബുക്ക്, A4-നേക്കാളും ചെറുതാ സൈസ്. വലിയ കോളേജ് നോട്ട്ബുക്ക് ഒന്നും വേണ്ട, ഇതായാലും മതി. ഇതിന്റെ ചെറുത് ഇത്രയും വരുന്നതായാലും മതി. നമുക്ക് കുറച്ച് അസൈൻമെന്റ്സ് അതിൽ എഴുതി ഒന്ന് കീപ്പ് ചെയ്യാൻ. I know that already you people had done so many assignments and activities and it is already with you, but a separate notebook for one special activity. Okay, to separate notebook കുറച്ച് സ്പെഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വയ്ക്കണം. നമ്മള് ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് അത് പ്രിപ്പയർ ആയിരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കൊരു ഐഡിയ കിട്ടും ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ. കാരണം ഇന്റേൺഷിപ്പിലേക്ക് പോകുന്നത് നോർമൽ സ്കൂളിലേക്കാണ്, ലൈക്ക് CBSE, മോണ്ടിസോറി സ്കൂള് കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി എനി മാനേജ്മെന്റ് സ്കൂൾ, ലൈക്ക് എനി CBSE സ്കൂൾ. സോ പ്രിപ്പയർ വൺ നോട്ട്ബുക്ക് ബിഫോർ ഗോയിങ് ഫോർ എനി ഇന്റേൺഷിപ്പ്. ഓക്കെ, ഇതിന്റെ ടൈറ്റിൽ മീൻസ് School Organization and Community Relations. Okay, I will share the contents with you. I think it is very easy for you. The first thing I had written, if you have any suggestions of including anything in this assignment book, please, I am welcoming. First one is book reading and review writing. Our title is School Organization and Community Relations. You have to read one book regarding school organization and school management. It can be done in Google. When you search any book related with school organization and school management, you will get plenty of books. മുഴുവൻ ബുക്കും വായിക്കാനുള്ള ഓപ്ഷൻ ഒരു പക്ഷേ ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ കുറച്ച് കണ്ടന്റും അബ്സ്ട്രാക്റ്റും നമുക്ക് കിട്ടുമായിരിക്കും. അത് വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇൻ കേസ് ആ ബുക്ക് കിട്ടുവാണെങ്കിൽ അതിലും നല്ലത്. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കിനെ കുറിച്ചാണ്. ഓഥർ കുൽബീർ സിംഗ് സിദ്ധു.
ആ ബുക്കിനെ കുറിച്ച് അതിന്റെ റിവ്യൂ എഴുതുവാണ്. ദിസ് ബുക്ക് ഗീവ്സ് എ വെരി കോംപ്രിഹെൻസീവ് ഐഡിയ അബൌട്ട് ദ സ്കൂൾ ഓർഗനൈസേഷൻ സെറ്റപ്പ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻ ദിസ് ബുക്ക് ദ ഓതർ ഗീവ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ദി റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ. ആ ബുക്കിൽ കുട്ടികളുടെ റൈറ്റ്സിനെയാണ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിലുള്ളത്. അപ്പൊ ആ ബുക്കിൽ എന്താണ് കണ്ടന്റ്, അതിന്റെ ഒരു റിവ്യൂ, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് അസൈൻമെന്റിലെ ആക്ടിവിറ്റി അതാണ്, ഞാൻ ലിസ്റ്റ് ആയിട്ട് തരാം. അങ്ങനെ രണ്ട് ബുക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ്, ഓതേഴ്സ് എം ഡാഷ് ആൻഡ് നീന ഡാഷ്. സ്കൂൾ ഈസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ വിത്ത് സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇൻ ദിസ് ബുക്ക് ഇറ്റ് സ്പെസിഫിക്കലി എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ സ്കൂൾ മാനേജ്മെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെഡ് മാസ്റ്റർ, റോൾ ഓഫ് ദ ടീച്ചർ എക്സെട്ര. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ബുക്കിലുള്ളത്. ഈ ഒരു പേജ് മതിയാകും, 3 പാരഗ്രാഫ് ആക്കിയിട്ട് ഒരു പേജ് മതിയാകും. അതിനുള്ള കണ്ടന്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ ഗൂഗിൾ. ജസ്റ്റ് അതിന്റെ ഒരു അബ്സ്ട്രാക്ട് കാണും, അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇനി അഥവാ ചില ബുക്കുകൾ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺലൈൻ ആയിട്ട് ഉണ്ടാകും. കിൻഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാം. യു ക്യാൻ യൂസ് ദാറ്റ് ആപ്പ്. ഇഫ് ദാറ്റ് ബുക്ക് ഈസ് ദർ, ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു. Next, third one was School Administration and Management, author S.K. Kochar. അതും ഇതുപോലെ 3 പാരഗ്രാഫ് ഒറ്റ പേജിൽ. അപ്പോ ഫസ്റ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി, യു ഹാവ് ടു റീഡ് minimum 3 books about school organization and management, and you have to write the review. But reading these books is not that much easy because availability of book will be difficult. So just search in the Google. ഞാൻ അങ്ങനെ എഴുതിയത്, എനിക്ക് ഈ ബുക്ക് ഡയറക്റ്റ് ഒന്നും കിട്ടിയില്ല. Searched in the Google and relating with the topic, there were many books and some of the books can be read. That will be there. Some books it cannot be possible to open, so its abstract was there. So as per the abstract, I had done that write-ups. Then models of timetable, students timetable, that's very easy. Okay, I had even though Montessori school there is no timetable, but we are going to any school other than Montessori means there should be timetable. So here I just made the timetable with 6 periods. Okay, and first, second, third period, then it will be recess, means lunch break, and in between first 2 periods you can give like a break, and afternoon there will be 4th, 5th, 5th, 6th periods, and in the afternoon session after 2 periods also you can give break. Like that you have to make timetable from Monday to Friday, 5 days timetable. Okay, that's up to you. Here the subjects, at that time my kids was in the school, so I just made the timetable as with the reference of theirs. So I think it is easy. You can make we need 2 languages, Malayalam, 3 Malayalam, Hindi, English. Then GK will be there, IT will be there, story time will be there. Just make more attractive, like coloring, play time, like that. Okay. Then that is students timetable. You have to make teachers timetable also. With the students timetable, make teachers timetable. Okay. So then Teacher's timetable in the sense each teachers, or is it like for one class? Each class or for only one class? okay, just assume that LKG has 2 divisions. Okay. And UKG also has 2 divisions. We are making timetable for this KG session. Okay, so just like you are the teacher and the timetable for you. That means you are going to first period you are going to LKG 1, second period to LKG 2, third period to UKG 1, and fourth period to UKG 2.
Then you will be having break, 1 period of break. Then last period to UKG 1, something like that. And it's equally divide the classes for each session. For example, So how many periods should I get in a week? Is there any limit like that? here it is given it as only 1 period is you will be having a break. That means out of 6 periods, 5 period you are engaged In a day, in a day. right? Okay. That you can make. So give equal importance of each session. LKG AP division, UKG also AP division. So if you are going to every class, that means if you have 3 hours, that is just an example. For if I am the teacher and I have to take 3 classes for LKG 1, means I have to take 3 classes for UKG 1, UKG 2, LKG 2, or like that. We can make it accordingly. Okay. Then On this timetable also, any one section we can select, right? any one session, please. For children's timetable, students' timetable, any one class, one section. Or is it like LKG A section, what timetable? LKG B section, what is the timetable? UKG A section, what's the timetable? Is it like that, or any example of only Right. one class? If first period you are going to LKG 1, means only put in that first period LKG 1. And second period, if you are going to UKG 2, then in below that second period UKG 2. Like that, only make one timetable. No, ma'am, I'm asking about this. You told in the beginning that about the students' timetable in a Yes. class. So I'm asking Oh, about yeah. that. Only one timetable. Okay. And ma'am, the first one which you told, the school management and administration, is it like we have to compare the books and write, or is it No, like not like each that. book? Only the content of the book. And the last paragraph, you can write like one conclusion that I like the book very most. There is some important points are there. It helped me to understand more about school management. It's only positive things. Okay. No comparison between the books. Fine. Yes, ma'am. Means we have to select 3 books, right? Yes, 3 books. Minimum 3 books. Anyway, I will give the list also. The next difficult thing is not that much difficult. Principal's timetable. That means the principal എങ്ങനെയായിരിക്കും timetable? Will be the timetable in the principal's room. Principal will be coordinating teachers, right? So she will be or he will be having the timetable. Which teacher is going to which class? Like that. If teacher is like T1, T2, T3, T4, T5, T6, if 6 teachers are there. So in principal's timetable, T1 in the first period going to LKG 1. Like that, that timetable you have to make. Clear? Clear ആയോ എല്ലാവർക്കും? നമ്മൾ പറഞ്ഞത് നമുക്കൊരു അസൈൻമെന്റ് ബുക്ക് വേണം. ഇത് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ടൈം ടേബിൾസിനെ കുറിച്ചും സ്കൂളിന്റെ ഒരു പ്രമിസസ്, സ്കൂളിന്റെ ആ ഒരു ഏരിയ, സ്കൂളിന്റെ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എങ്ങനെയായിരിക്കും, that we have to understand before going to internship. So before going to internship, you have to prepare one assignment book regarding school organization and management. Clear ആയോ? എല്ലാവർക്കും മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അസൈൻമെന്റ് ബുക്ക് എഴുതുന്നതെന്ന്? മനസ്സിലായോ? Yes, ഓക്കെ. നമ്മൾ മിക്സഡ് ലാംഗ്വേജിൽ പറയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് പറയുന്നത്. സോ വി ഹാവ് ടു കീപ് വൺ നോട്ട് ബുക്ക്. ദിസ് ഇസ് 120 pages book. This is not A4 size, a little bit less than the A4 size. You can, I think this is more than enough, or you can buy your own taste. Okay, no problem. If it is small one also, no problem. But we have to write this timetable, means it needs more space. Like I just made the timetable like this in a horizontal manner. So need more space for the timetable.
Okay, so I think students' timetable and teachers' timetable will be easy for you. But the thing is that principal's timetable, that will be for KG session only. Okay. And you can make it like LK, if it is difficult for you people to write LKG 1, LKG 2, you can write like L1, L2, L3, and U1, U2, U3 like that. Not U3 is not there. Two divisions is more than enough. If 3 divisions are there, it will be very difficult for us to make the timetable. Okay. The principal's timetable, how many teachers we can add? Is it according to our wish? As per my timetable, it is 6 teachers. So make sure each teacher gets equal hours or periods. But sometimes the music teacher means she will be getting 1 period per day. So like that, you have to make it correct. Okay. Just take the subjects, and for each subject, each teacher, or sometimes GK and for language, we need different teachers like maths, Malayalam, Hindi, English, and sometimes this maths and GK will be taken by one class, small session, no, like up to UP, one teacher is taking many subjects. So you can use like that also. And try to make sure that each teacher get break per day also, at least 1 period break. ഓരോ ടീച്ചർക്കും ദിവസം ഒരു പീരീഡ് എങ്കിലും ബ്രേക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ആ രീതിയിൽ വേണം ടൈം ടേബിൾ കൊടുക്കാൻ, അല്ലെങ്കിൽ അവരങ്ങ് ഫെഡപ്പ് ആയി പോകൂലേ. അപ്പൊ അതിനനുസരിച്ച് വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഒരു പിക്ചർ, പ്രിൻസിപ്പൽസ് ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞാൻ 3 ടൈം ടേബിളിന്റെ ഇമേജ് എടുത്തിട്ട് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാനായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടുമല്ലോ ചെയ്യാനായിട്ട്. Then നെക്സ്റ്റ് 1 ഫീൽഡ് സ്റ്റഡി ആണ്. അതിന് 2 പേജ് വിട്ടതിന് ശേഷം എഴുതിയാൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രീ സ്കൂൾ വിസിറ്റ് ചെയ്താലാണ് നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. ഒരു പ്രീ സ്കൂൾ എങ്ങനെയാണ്, അതിന്റെ പ്രിമിസസ് എങ്ങനെയാണ്, അവിടെ കുട്ടികളുടെ ക്ലാസ് റൂം എങ്ങനെയാണ്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹൗ ടു ക്ലീൻ ഇറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ കബേർഡ്സ് ഉണ്ടെങ്കിൽ where is the cupboard, what is the size of the cupboard, what is the color they are using for the cupboard, is there any painting in the wall, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതാണ് നമ്മൾ ഫീൽഡ് സ്റ്റഡിയിൽ എഴുതേണ്ടത്. The place for the school should be calm and connected with the nature. The environment of the school, both inside and outside, should be clean and have fragrance. The construction of the building should be in proper way, so that, simple words, so that fresh air should come in. The passage and the corridor and all the internal premises should be child friendly. There should be small cupboards, racks and drawer for each specified needs. ഇത് കാണാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രീ സ്കൂളിനെ പറ്റി എഴുതുവാണ്. The chairs and tables are of child friendly. All the furniture are of children's size. There should hang beautiful pictures inside the wall. Different varieties of learning materials along with whiteboard should be available there. Different types of toys and any type of pet toys should be available inside the school. Outside the school, there should be a beautiful garden, backyard play area with water pool, swings and monkey bar are available there. There is facility for mud play and water play. There is planting trees sometimes done by the children. Vacuum cleaner, mop and brooms are used for cleaning purposes. Class and chairs are arranged in an attractive way. Children will get many social values when practicing in this environment. ഇതുപോലുള്ള എൻവയോൺമെന്റ് എന്തിനാന്ന് ലാസ്റ്റ് ചെറിയൊരു കൺക്ലൂഷൻ ഒറ്റ സെന്റൻസിൽ ഞാൻ എഴുതിയിട്ടുള്ളൂ. Children should get many social values when practicing
in this environment. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് തന്നെ എഴുതാൻ. ഞാൻ എഴുതിയത് തന്നെ ഭയങ്കര ഗ്രാമർ മിസ്റ്റേക്കും വൊക്കാബുലറി ഇഷ്യൂസും എല്ലാം ഉണ്ട് ആ ടൈമിൽ ഞാൻ എഴുതിയപ്പോ. സോ ഇപ്പൊ അത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുക. ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ, അത് സബ്മിറ്റ് ചെയ്യാനോ ഒന്നും അല്ല കേട്ടോ. നമ്മൾക്കൊരു ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് Ma'am, if field study, guidelines, we have to write this. Whatever you have told now, we have to write the point wise. yeah, that will be better because when we read sometime it is very easy for us to understand. Okay. And then we have to assess that in a preschool. Do we have to go in there and find out that? Is it like a case study? Yeah, it is like a case study, field visit. Actually, it is a field visit. Okay. So if you have നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു ആരെങ്കിലും പരിചയമുണ്ട് ഒരു പ്രീ സ്കൂൾ, നമുക്കൊന്നൊരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ ക്ലാസ് റൂമിൽ ഒന്ന് നോക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു, അതേസമയം നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ ഒക്കെ വന്ന് നമുക്ക് ആ പ്രിമിസസ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പിന് ശേഷം ആ ഒരു പോർഷൻ എഴുതിയാൽ മതി എന്ന് പറയുന്നത്. Next one. Next one is personal. നമ്മുടെ ഇന്റേൺഷിപ്പ് കോഴ്സ് കഴിഞ്ഞിട്ടാണോ അതോ തീരുന്നതിന് മുമ്പ് ഉണ്ടാവോ? ഇതിന് മുമ്പ് ചെയ്യുമല്ലേ നല്ലത്. കാരണം വെച്ചാൽ നിങ്ങള് ഫെബ്രുവരി ബാച്ച് ആണ്. അപ്പം ജനുവരിക്ക് മുമ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാ. കാരണം ഫെബ്രുവരി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വിൽ ബി എക്സാം ടൈം, റൈറ്റ്? സോ ആ ടൈമിൽ ഇന്റേൺഷിപ്പ് ചെയ്യല് നടക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 weeks എങ്കിലും ചെയ്യണ്ടേ? അവിടുന്ന് പ്രൊവൈഡ് ചെയ്യോ സെന്ററിന്ന്? സെന്ററിൽ നിന്ന് വേണമെങ്കിൽ ഒരു മെയിൽ അങ്ങനെ ചെയ്ത് തരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ പോയ കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ 2-3 പേര് അല്ലാതെ പോയിട്ടുണ്ട്. ഈ വേക്കൻസിയിലൊക്കെ വിളിച്ചപ്പം അങ്ങനെ പോയവര്. അപ്പൊ അവർക്ക് അതൊരു ഇന്റേൺഷിപ്പ് ആയിട്ട് കാണിക്കാം. മാം, ഈ പ്ലേസ്മെന്റിന്റെ കാര്യം അങ്ങനെ തന്നെയാണോ? അവിടുന്ന് റെസ്യൂം കൊടുക്കുവാണോ? പ്ലേസ്മെന്റ് ഓഫീസ് എങ്ങനെയാ പറഞ്ഞിരിക്കണേ നിങ്ങളോട്? ഇറ്റ്സ് ബെറ്റർ ടു കോണ്ടാക്ട് ദം. അവരെ തന്നെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ അവരെ ഒന്ന് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്ത് ആയിരിക്കും നല്ലത്. മാം, ഞാൻ ആദ്യം അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അപ്പോ എവിടെ പോയി നമ്മള് സ്കൂളിൽ കയറിയാലും അത് കാണിച്ചാലും മതിയാവും, അതൊരു എലിജിബിലിറ്റി ആണെന്നാണ് പറഞ്ഞത്. നമുക്കങ്ങനെ സെന്ററിൽ നിന്ന് ഒരു പ്ലേസ്മെന്റിന് ഒരു അസിസ്റ്റന്റ് ഒന്നും ഇല്ലാണ്ടായിരുന്നില്ല. ഈവൻ ദോ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ തന്നെ അവരങ്ങ് അബ്സോർബ് ചെയ്യുക. മാം, ഈ സർട്ടിഫിക്കറ്റ് ഏത് യൂണിവേഴ്സിറ്റിയാ? അന്ന് സാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തില്ലായിരുന്നോ, ജയദേവ് സാറ്? അറിയില്ല. അല്ല, ഒരു നിങ്ങളുടെ ബാച്ചിന് ക്ലാസ് എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. അത് ജയദേവ് സാർ 3rd ബാച്ചിലായിരിക്കും. 3rd 2nd ബാച്ച് അവർക്ക് മിക്സ് അങ്ങനെയായിരുന്നു ക്ലാസ് എടുത്തതെന്ന് തോന്നുന്നു. സാർ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ഓതറൈസ്ഡ് ആണ്, എന്തോ കനേഡിയൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഓഫീസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാം. അതായത് ക്ലാസ്സിനെ പറ്റി ചിലർക്ക് അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് ഏത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി അത്ര ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു. ഓഫീസിൽ ഡയറക്റ്റ് നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ പോകുവാണെങ്കിൽ ഞാൻ ചോദിക്കാം. ഓക്കെ, ഞങ്ങൾക്ക് NCDC ആയിരുന്നു, നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. AICTE പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മ. എനിക്ക് ഏതാ? AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്ക് കയ്യിൽ കീപ്പ് ചെയ്യുക, ഇതെല്ലാം കയ്യിൽ കീപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് മൈ ഡേ ടൈം ടേബിൾ. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത്, മോർണിംഗ് എഴുന്നേക്കുന്ന തുടങ്ങി വൈകിട്ട് ബെഡിലേക്ക് പോകുന്ന വരെയുള്ളത് അത് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമാണ്. ടൈം ഇസ് 5:30 AM ഗെറ്റിംഗ് അപ്പ് ആൻഡ് ബ്രഷിംഗ് മൈ ടീത്ത് ലൈക്ക് ദാറ്റ്. 6 AM ടേക്കിംഗ് ബാത്ത് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു പ്രെയർ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ അത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ കുക്കിങ്ങിന്റെ ടൈം, പിന്നെ കുട്ടികളെ വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും അവരെ റെഡി ആവുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ.
Okay, just assume a school is starting for the first time, newly starting school. You have to make a list of FAQ. FAQ അറിയാം, frequently asking questions, അല്ലേ? FAQ with answers. അതായത് നമ്മളിപ്പോ ഒരു പുതുതായിട്ടൊരു സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മളൊരു ബ്രോഷർ പ്രിപ്പയർ ചെയ്യും അതിന് വേണ്ടിയിട്ട്, ആ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ട്. പിന്നെ ആ ഒരു സ്കൂള് തുടങ്ങുമ്പോൾ സ്കൂളിന് ബസ് ഉണ്ടോ, ബസ് ടൈമിങ് എപ്പോഴാണ്, പിന്നെ കൺവെയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പിന്നെ എത്ര വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, യൂണിഫോംസ് ഉണ്ടോ, യൂണിഫോം എവിടെ നിന്ന് കിട്ടും, സ്കൂളാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസ് ആണോ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതെല്ലാമാണ് ഈ FAQ വരുന്നത്. ഒരു FAQ പ്രിപ്പയർ ചെയ്യണം. What is the timing of the school, whether conveyance is providing, how many working days per week, is there uniforms, from where we will get uniforms, is there only one uniform, ഒരു പെയർ ആണോ കിട്ടുന്നത്, what are the other, അല്ലെങ്കിൽ വെനസ്ഡേ വേറെ ഉണ്ടോ, what are the other materials the children have to bring, കുട്ടികൾ വേറെ എന്തൊക്കെയാ കൊണ്ടുവരേണ്ടത്, ബാഗ്, ലഞ്ച്, വാട്ടർ ബോട്ടിൽ, സ്നാക്സ്, അംബ്രല്ല, അങ്ങനെയുള്ളതൊക്കെ if needed. What about textbooks and notebooks? All the books will be provided from the school itself. Is there any extracurricular activities? What is the fee structure? So fee details are given in the brochure itself. If any doubt, can contact the telephone number given in the brochure. അങ്ങനെ കൊടുക്കാം നമുക്ക് ഫീസ്, നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. Is there any evaluation? Yes, there is weekly and monthly evaluation. Is there any PTA meeting? Yes, monthly there is PTA meeting. അങ്ങനെ പറഞ്ഞ 12 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. പിന്നെ ഉള്ളത് ഫീൽഡ് അസൈൻമെന്റ്. ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിലാണോ എഴുതേണ്ടത്? എന്തോ ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണോ നമ്മൾ എഴുതേണ്ടത്? അതെ, FAQ നമ്മൾ എഴുതില്ലേ, ക്വസ്റ്റ്യൻ ആദ്യം എഴുതുന്നു, അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ ഇസ് ദ ഫീൽഡ് അസൈൻമെന്റ്. ഗുഡ് പ്രീ സ്കൂൾ ടീച്ചർ ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദെയർ ക്വാളിറ്റീസ്. നിങ്ങൾ പ്രീ സ്കൂളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ടീച്ചേഴ്സിനെ കാണുന്ന ആ ടീച്ചർമാരെ കുറിച്ച്, അത് റിയൽ ആയിരിക്കണം കേട്ടോ. റിയൽ ആയിട്ട് കണ്ട, ഞാനിപ്പോ ഇന്റേൺഷിപ്പിൽ പോയ സ്ഥലത്തെ സാറായിരുന്നു, മിസ്റ്റർ അജി ദിവകർ എന്ന് പറഞ്ഞ സാറായിരുന്നു. സാറിനെ കുറിച്ച് എഴുതി. പിന്നെ ആ സമയത്ത് എന്റെ മോന്റെ LKG ക്ലാസ് ടീച്ചർ സിസ്റ്റർ ആൻഡ്രീക, മോൻ ആ സമയത്ത് LKG ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എഴുതിയത് ഞാൻ നഴ്സറിയിലാണ് പഠിച്ചിരുന്നത്, നഴ്സറിയിൽ എന്നെ പഠിപ്പിച്ച കനക ടീച്ചർ. ഈ 3 പേരെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫെമിലറൈസ് ആയിട്ടുള്ള പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതി. ഒറ്റ പേജ് മതി, ഞാൻ ഓരോ ടീച്ചർമാരെ കുറിച്ചും ഒരു പേജ് എഴുതുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു ടീച്ചറെ പറ്റിയുള്ളത് പറയാം. മോന്റെ LKG ടീച്ചറാണ് ആൻഡ്രീത, സിസ്റ്റർ ആൻഡ്രീത. When my son was in LKG, Sister Andrita was his class teacher. All the kids love her very much. She's very calm, patient, and soft at heart. She's always keeping a smiling face. She's talking very softly. Kids will be around her every time. അതുപോലെ സിമ്പിൾ ആയിട്ട് സെന്റൻസ് ചെയ്താൽ മതി. ഷീ ഈസ് ഡീലിംഗ് വിത്ത് ദ പാരന്റ്സ് ഇൻ എ വെൽ മാനേർഡ് വേ. അപ്പൊ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ആ ഡീറ്റെയിൽസ് എഴുതി. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പാരന്റ്സ്. She likes to teaching. She is a good listener too. I think their most important quality is patience. She have love and affection to her children. Children feel secure being with her. She is also have good aesthetic sense. She is very interested in doing many art and craft activities. She is giving good guidance and support to the kids. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. പിന്നെ ഞാൻ പോയ മോണ്ടിസോറി സ്കൂളിലെ സാറായിരുന്നു അജി ദിവാകർ. അപ്പൊ ഞാൻ ആ സ്കൂള് കണ്ടതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ എഴുതിയത്. Sir scientifically designed and developed his own method to teach the children. He is giving them many activities and the children are very curious and interesting to do all the activities. All the children are very comfort with him. He is taking care of all the needs of the kids. അങ്ങനെയൊക്കെ എഴുതി.
പിന്നെ എന്നെ നഴ്സറിയിൽ പഠിപ്പിച്ച കനക ടീച്ചറായിരുന്നു. ഷീസ് ഓൾവേസ് വെരി പ്ലീസിങ്, ഷീസ് ഓൾവേസ് സപ്പോർട്ടിങ് ആൻഡ് ഗൈഡിങ് ഹെയർ സ്റ്റുഡൻസ് ആർ വെരി കംഫർട്ടബിൾ വിത്ത് ഹെയർ. ഷീസ് ഓൾവേസ് ഡൂയിങ് മെനി ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വിത്ത് ദ ചിൽഡ്രൻ. ഷീ സിംഗ്സ് മെലഡിയസ് സോങ്സ് ഫോർ ദ ചിൽഡ്രൻ ലൗഡ് ഹെർ വെരി മച്ച്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി. ഈ 3 ടീച്ചേഴ്സ്, റിയൽ ആയിട്ടുള്ള 3 ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു പ്രീ സ്കൂൾ ടീച്ചർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് അത് എഴുതുക എന്നുള്ളത്. അത് ജനറലി എഴുതേണ്ടതാണ് കേട്ടോ. അത് ഞാൻ ഒരു എസ്സേ പോലെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കുറെ കിട്ടും. നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കുറെ എഴുതണം. അത് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ബുക്കിന്റെ 4.5 pages എഴുതിയിട്ടുണ്ട്. Then വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി, വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് അവന്റെ ബയോഗ്രഫി എഴുതുക. അത് എളുപ്പമായിരിക്കും, ഗൂഗിൾ ചെയ്താൽ മതി. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ ബോൺ ആ ഡേറ്റും ഡൈഡ് ആ ഡേറ്റും എഴുതണം. അവരുടെ ഒരു പിക്ചർ കിട്ടുവാണെങ്കിൽ അതും ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഇതുപോലെ സെക്കൻഡ് വൺ എഴുതിയത് എന്റെ ഹെലൻ കെല്ലറുടെ ടീച്ചറിലെ ആനി സെല്ലവനെ കുറിച്ചായിരുന്നു. സെക്കൻഡ് വൺ എഴുതിയത് എഴുതി. അത് ഏകദേശം 1, 2, 3 പാരഗ്രാഫ്സ് എഴുതിയിട്ടുള്ളൂ. എല്ലാരെ പറ്റിയും 3-4 പാരഗ്രാഫ്സ്. പിന്നെ അരിസ്റ്റോട്ടിൽ BC ബിഫോർ ക്രൈസ്റ്റ് ആ ഒരു ടൈമിലുള്ളതാണ്. അരിസ്റ്റോട്ടിലിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഹെഡിങ് മാം വേൾഡ് ഫേമസ് like world known best teachers, biographies of world known best teachers. പിന്നെ എഴുതിയത് ടീച്ചർ മാറ്റി ഫെസിലിറ്റേറ്റർ ആക്കായിരിക്കും നല്ലത്. ഡോക്ടർ മറിയ മോണ്ടിസോറി. അത് എന്തായാലും തീർച്ചയായിട്ടും വേണം. ബാക്കി ആരെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ബട്ട് ഡോക്ടർ മറിയ മോണ്ടിസോറി ഷുഡ് ബി ദർ. ഇനിയില്ല ബുക്കർ ടി വാഷിംഗ്ടൺ, കൺഫ്യൂഷ്യസ്, Dr. S. Radhakrishnan, Louis Braille, Braille Livy for blinds, Louis Braille, Socrates, Isaac Newton. 10 പേരെ കുറിച്ച് എഴുതണം. So, do start doing this assignment. Okay. ഇത് റെക്കോർഡ് ബുക്കിലാണോ എഴുതണ്ടേ? ഇല്ല, ഇപ്പോഴാണോ കേറിയേ ക്ലാസ്സില്? ഇല്ല, വൈകിയാ കേറിയത്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് ഓർത്താണ്. ഓക്കെ ഫൈൻ. നമ്മളൊരു നോട്ട്ബുക്ക് വാങ്ങണം. ഓൾമോസ്റ്റ് ഈ ഒരു 120 പേജസിന്റെ നോട്ട്ബുക്ക് മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ നോട്ട്ബുക്ക് A4 സൈസിനേക്കാളും കുറച്ച് ചെറുതാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ലിസ്റ്റ് ഞാൻ തരാം. ഈ ഒരു സൈസോ ഇതിനേക്കാൾ അല്പം നീളം കൂടിയാലും കുഴപ്പമില്ല. കാരണം ടൈം ടേബിൾസ് ഒക്കെ സെറ്റ് ചെയ്യാണ്ട് സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ എഴുതണം, ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ എഴുതണം, പ്രിൻസിപ്പലിന്റെ റൂമിൽ ഇരിക്കുന്ന ടൈം ടേബിൾ എഴുതണം. എല്ലാ ടീച്ചർമാരുടെയും കൂടെ വരുന്നത്. അതുകൊണ്ട് നീളമുള്ള ബുക്ക് തന്നെയാണ് നല്ലത്. അതിൽ ഓരോന്നും എന്ത് ആക്ടിവിറ്റിയാന്ന് ഞാൻ പറയുമായിരുന്നു. പ്രിൻസിപ്പളിന്റെ റൂമിലുള്ള ടൈം ടേബിളിന്റെ പക്ഷെ മോഡൽ കിട്ടുമോ? ഞാനത് സാബിക്ക് ലേറ്റ് ആയിട്ടാണോ? കുറച്ച് ലൈറ്റ് ആണ്. ഞാൻ ഇതിന്റെ ഫോട്ടോ ഇമേജ് എടുത്തിട്ട് ക്ലാസ് റൂമിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ടൈം ടേബിളിന്റെ. ബാക്കി നിങ്ങൾക്ക് എഴുതാനുള്ളതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമല്ലോ. നെക്സ്റ്റ് വൺ ഇതുപോലെ ഇന്റേൺഷിപ്പിന് പോയതിനു ശേഷം എഴുതുന്ന പറ്റുന്നതാണ്. നിങ്ങൾ പോകുന്ന പ്രീ സ്കൂൾ ഏതാണോ അവിടത്തെ കുറച്ച് ഫൈൻഡിങ്സ് ആണ് അബൌട്ട് ദ റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് ഫയൽസ് ഇൻ ദ ടീച്ചിങ് പ്രാക്ടീസ് സ്കൂൾ. ആ സ്കൂളിലെ റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ്, ഫയൽസ്, അതിനെ കുറിച്ച് എല്ലാം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി പോകുന്ന സ്കൂളിൽ ഇരിക്കുന്ന അതെന്തൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ്, എന്തിനാണ് ആ റെക്കോർഡ്സ്, ആ രജിസ്റ്റർ എന്തിനാണ്, അങ്ങനെയുള്ളത്. അറ്റൻഡൻസ് രജിസ്റ്റർ കാണാം, പിന്നെ അവിടെയുള്ള മെറ്റീരിയൽസിന്റെ റെക്കോർഡ്സ് ഒക്കെ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ് സ്കൂളിന് എന്നുള്ള രീതിയിൽ ആദ്യം ഒരു പാരഗ്രാഫ് എഴുതി. റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് ഫയൽസ് ആർ എസെൻഷ്യൽ ഫോർ സ്കൂൾ ആക്ടിവിറ്റീസ്
Everything related with school should be recorded in the corresponding records, registers or files. ഇത് നമ്മളുടെ എക്സ്പീരിയൻസ് ആയിട്ടായിരുന്നു. ഇൻ മൈ ടീച്ചിങ് പ്രാക്ടീസ് സ്കൂൾ ദർ ഈസ് ആൻ അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർ പ്യൂപ്പിൾസ്. കുട്ടികൾക്ക് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. മെയിൻ ഡയറക്ടേഴ്സ് ആണ് ആ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഡെയിലി ഇൻ ദ രജിസ്റ്റർ അവർ മാർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഓഫീസ് മാനേജ്മെന്റ് അശ്വതി മിസ് എടുത്തില്ലേ? എടുത്തുകൊണ്ടിരിക്കുവാണ്. അതില് ഓഫീസിലെ സ്റ്റാഫ് വരുമ്പോൾ അറ്റൻഡൻസ് എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഗ്രാഫ് പോലെയുള്ള കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം കിഡ്സിന്റെ ടോട്ടൽ അറ്റൻഡൻസ്, അവർ ആബ്സെന്റ് ആയ നമ്പർ ഓഫ് ഡേയ്സ്, ഇതൊക്കെ ആ രജിസ്റ്റർ ചെയ്ത് മനസ്സിലാകാൻ പറ്റും. ഇപ്പൊ അതൊക്കെ ഡിജിറ്റലും ആക്കുന്നുണ്ടാകും. ഓക്കെ, കുറേ ദിവസം കുട്ടികൾ ലീവ് ആവുമ്പോൾ അന്വേഷിക്കാം എന്തുകൊണ്ടാണ് ലീവ് ഉള്ളത്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ്, അതെന്തിനാണ് കീപ്പ് ചെയ്യുന്നത്, അതെല്ലാം. അപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ലീവ് ആകുന്നതെങ്കിൽ കുട്ടീന്റെ പാരന്റ്സിന് അതിന് വേണ്ടുന്ന ഗൈഡൻസും സപ്പോർട്ടും സ്കൂൾ അതോറിറ്റീസിന് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ വേണ്ടത് എന്താ? ഇത് പീപ്പിൾസിനുള്ളതാ, സ്റ്റുഡൻസിനുള്ളതായിരുന്നു. പിന്നെ വേണ്ടത് ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ, അല്ലെ? അതും മെയിൻ ഡയറക്ടേഴ്സ് ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ടൈമിൽ വരണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവുമല്ലോ. ടീച്ചേഴ്സ് അതിനകത്ത് സൈൻ ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്, അല്ലെ? ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിനുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ, ഡ്രൈവർ, പിന്നെ അസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കീപ്പ് ചെയ്യുന്നത്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ബാക്കി ഫെസിലിറ്റേറ്റേഴ്സിനെയും കീപ്പ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആണ് മെയിൻ ഡയറക്ടേഴ്സ്. there is an admission register ഉണ്ടാകും, അല്ലെ? ഓരോ കുട്ടിയും അഡ്മിഷൻ എടുക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് എഴുതുന്ന ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടാകും. അങ്ങനെ പിന്നെ പാരന്റ്സ് കുട്ടികളുമായിട്ട് അഡ്മിഷന് വരുമ്പോ ചെയ്യുന്ന ആ സ്കൂളില്, ഞാൻ പോയിരുന്ന ആ ഒരു സ്കൂളില് കുട്ടികളുടെ ഹാൻഡ് പ്രിന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അഡ്മിഷന് വരുമ്പോൾ ഇങ്കില് മുക്കിയിട്ട് ചെയ്യല്ലേ, ഹാൻഡ് പ്രിന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റുഡന്റ് റെക്കോർഡിൽ കൊടുത്തിരുന്നു. പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് പ്രിന്റ് എടുത്തിരുന്നത്. അതൊരു സ്പ്രെഡഡ് പെയിന്റില് അവരവരുടെ പാം ഇങ്ങനെ വെച്ചിട്ട് അത് ആ റെക്കോർഡ് ബുക്കിലെ ഷീറ്റില് ഇങ്ങനെ പ്രസ് ചെയ്യും. അങ്ങനെയാണ് ഒരു വൈറ്റ് പേപ്പറിൽ പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് അവരുടെ ഹാൻഡ് പ്രിന്റ് എടുക്കുന്നത്. ഓരോ സ്കൂളിനും ഓരോ രീതി. പിന്നെ ഹെൽത്ത് റെക്കോർഡ് ഉണ്ടായിരിക്കും. ആ സ്കൂളിൽ ഹെൽത്ത് റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വേണമെങ്കിൽ കുട്ടിക്ക് എടുത്ത ഇമ്മ്യൂണൈസേഷന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ ഫോട്ടോ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും അലർജി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി വെക്കാം. കുറേ ക്വസ്റ്റ്യനെയർ അതിനകത്ത് കൊടുക്കാം. എന്തെങ്കിലും അലർജിക് ഫുഡ് ഉണ്ടോ, പിന്നെ ആൻഡ് ഫുഡ് ദ ചൈൽഡ് ലൈക്ക് മോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങള് ഇതൊക്കെ നിങ്ങൾക്ക് ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടും. അപ്പൊ കുട്ടി അവിടെ പഠിക്കുന്നത് വരെ ആ ഹെൽത്ത് കാർഡ് അവര് സൂക്ഷിക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് ഓരോ ഫയൽ ഉണ്ടാവും. ആക്ടിവിറ്റീസ് വരുന്ന ഫയല്, ഹോംവർക്കിനേക്കാളും കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത് ഓരോ കുട്ടിയും ഓരോ ആക്ടിവിറ്റി ചെയ്തതിന്റെ കാര്യങ്ങളെല്ലാം അതിൽ എൻട്രി ചെയ്തിട്ടുണ്ടാകും. കളർ ചെയ്യാനായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പകുതിയായിരിക്കും കളർ ചെയ്ത് വെക്കുക, അത് ആ ആക്ടിവിറ്റി റെക്കോർഡിൽ സൂക്ഷിക്കുന്നു. പിന്നെ അത് ബാക്കി കളർ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ലൈക്ക് ദാറ്റ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആർ കെപ്റ്റ് ബോത്ത് ആസ് ഹാർഡ്വെയർ കോപ്പി ആൻഡ് സോഫ്റ്റ്വെയർ കോപ്പി. അറിയില്ലേ, ഹാർഡ്വെയർ ആയിട്ടും സൂക്ഷിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ ആയിട്ട് സിസ്റ്റത്തിലും സൂക്ഷിക്കുന്നുണ്ട്. So the information about this will get in fingertips. നമ്മുടെ fingertips ൽ തന്നെ ഇത് കിട്ടും. പിന്നെ ഇത് നെക്സ്റ്റ് വണ്ണും ഫീൽഡ് അസൈൻമെന്റ് ആണ്. നിങ്ങൾ പ്രാക്ടീസിന് പോകുമ്പോൾ ചെയ്യുന്നതാണ് ഈ അസൈൻമെന്റ് ബുക്കിൽ വരുന്നത്. ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻ ദ ടീച്ചിങ് പ്രാക്ടീസ് സ്കൂൾ. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് ഇന്റേൺഷിപ്പിന് പോകുന്ന അവിടുത്തെ ലേണിംഗ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാനിവിടെ എഴുതിയത് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദെയർ പൊട്ടൻഷ്യൽ, നോട്ട് ദ ഏജ്. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ആണ്, പക്ഷെ ഏജിനനുസരിച്ചല്ല അവിടെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് അവർ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ
What? What is the heading, ma'am? Can you repeat it again? Field assignment, main heading. Subheading is learning activities in the teaching practice school. Once you are going to any internship to any preschool or any school, you have to write the learning activities in the teaching practice school. How they are giving the learning process. That should be written in this format. Every day during the morning gathering, there is a song. They are singing a good morning song. After that, they are practiced to say about the day, date, and climate. What was the day? What is the day? How is the climate? Like that, they have sunny day, rainy day, like that. They have to look around and they will say how was the day. Okay. After that, only each group is going to different. They are divided into different groups. So they are going to different stations, different corners in the form of a train. ഒരു ട്രെയിൻ പോലെയാണ് അവർ പോവാറ് എല്ലാത്തിനും. ഞാൻ പോയ സ്കൂളിലെ കാര്യമാണ്. Some group are practicing counting from 1 to 10. Many learning materials and teaching aids are there. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ എന്റെ ഒബ്സർവേഷനിൽ ഞാൻ കണ്ട കാര്യങ്ങൾ എഴുതിയതാണ് ഇത്. They are trained to make lemonade. ചിലപ്പോൾ ലെമൺ ജ്യൂസ് പോലെ ഫ്രഷ് ലൈം പോലെയുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് അവരെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. After some time they will go for play in the courtyard. And in the courtyard they will collect many leaves and they will practice their counting. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. മാം, നമ്മള് പോവാ ഇവിടെ അടുത്തുള്ള CBSE സ്കൂളിലൊക്കെ അല്ലേ കിട്ടുള്ളൂ. ഇവിടെ ഒന്നും മോണ്ടിസോറി ഇല്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ എന്നാലും അവിടെ ആക്ഷൻ സോങ് ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് പക്ഷെ ഗ്രൂപ്പ് വൈസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് എഴുതാൻ കുറവായിരിക്കില്ലേ കുറിച്ചുള്ള പോയിന്റ്സ്. അവിടെ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി. നോ പ്രോബ്ലം. എനിക്ക് പക്ഷെ അറിയുണ്ടായിരുന്നു ഇവിടെ എഴുതാൻ. ഞങ്ങള് മോണ്ടിസോറി ഇവിടെ ഇപ്പൊ എന്റെ മോള് LKG-ലൊന്നും അത്ര ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ട്. അവിടെ ആക്ഷൻ സോങ്സ് അങ്ങനത്തെ സ്റ്റോറീസ് അതൊക്കെ ഉള്ളു. വേറെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടൊന്നും കണ്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒന്നും എഴുതാൻ കിട്ടില്ലല്ലോ. പിന്നെ ക്ലാസ് റൂം പോയാലും അങ്ങനത്തെ ഒരു എക്യുപ്മെന്റ്സോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളെ ഇവിടെ മെയിൻ ആയിട്ട് ആ ക്ലാസ്സിലൊക്കെ കാണുന്നുള്ളൂ. വേറെ ഒന്നും ഇല്ല. അപ്പൊ നമ്മള് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടാവില്ല അറിയില്ലല്ലോ. ഇവിടെ അടുത്തൊന്നും എന്തായാലും മോണ്ടിസോറിന്റെ സ്കൂളും ഇല്ല ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോലും. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഒരു സ്കൂൾ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ടോട്ടോച്ചാൻ എന്നുള്ള ബുക്കെങ്കിലും വായിക്കുക. അപ്പൊ നമ്മൾ മോണ്ടിസോറി സ്കൂളിൽ പോയ പോലെ ഫീൽ ലൈക്ക് വി ആർ ഇൻ മോണ്ടിസോറി സ്കൂൾ വിത്ത് ടോട്ടോച്ചാൻ. ടോട്ടോച്ചാന്റെ ഒപ്പം നമ്മൾ ആ സ്കൂളിൽ പോകുന്ന അതേ ഫീലാണ്. ടോട്ടോച്ചാൻ ട്രെയിനിൽ കയറുന്നു, നമ്മൾ കയറുന്നു. ആ ഒരു വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴുകി ഒഴുകി ടോട്ടോച്ചാന്റെ കൂടെ പോകും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വായിക്കും. മോണ്ടിസോറി സ്കൂൾ അടുത്തില്ലെങ്കിൽ ഉള്ളവർ വിസിറ്റ് ചെയ്യും, ടോട്ടോച്ചാനും വായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ്. അപ്പം ഞാനത് ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെയുള്ളത് നമ്മൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. ഗൂഗിൾ ചെയ്താൽ കിട്ടും. ലിസ്റ്റ് ഓഫ് ചിൽഡ്രൻസ് ഗെയിം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗെയിംസ്, യൂസ്ഫുൾ ആൻഡ് പോസിറ്റീവ് ഗെയിംസ് ഫോർ സ്കൂൾ ചിൽഡ്രൻ. കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം, നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നതായിരിക്കരുത്, ആ രീതിയിലുള്ളത്. എന്തൊക്കെയായിരുന്നു അങ്ങനത്തെ കളികളൊക്കെ? എന്തൊക്കെയാ? സ്നേക്ക് ആൻഡ് ലാഡർ, ലൂഡോ, അല്ലെ, ചെസ്, ക്യാരംസ്, അങ്ങനത്തെ കളികള്. പിന്നെ വേറെന്താ നമ്മൾ ചെയ്യാം? നമ്മള് സാധാരണ കുട്ടികൾക്ക് കളിക്കാൻ നല്ല അവരുടെ ഒരു മെന്റൽ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളിക്കാനൊക്കെ കൊടുക്കില്ലേ, അത്. പിന്നെ അവർക്ക് കാണാൻ പറ്റുന്ന നല്ല കാർട്ടൂൺസ്, അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതും നല്ല മെസ്സേജ് കിട്ടുന്നതുമായിട്ടുള്ള കാർട്ടൂൺസ് പ്രോഗ്രാംസ് ഇല്ലേ, അത്. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻ ടിൻ, പിന്നെ ഡെന്നീസ് ദ മെനസ്,
എന്താ ഇതെനിക്ക് ഇഷ്ടായിരുന്നു. ഇതെന്റെ പേര് ചോട്ടാ ഭീം നല്ലതാണ്. ഇംഗ്ലീഷും ഹിന്ദിയും കാണുന്നത് നല്ലപോലെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ. പിന്നെ കാർട്ടൂൺസ് ഉണ്ടല്ലോ, ടോം ആൻഡ് ജെറി Pig is യെസ്. Peppa Pig. Big. ആ പി ആൻഡ് പപ്പി കാറ്റ് എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡോറ ദ എക്സ്പ്ലോറർ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ ബോറടിക്കുന്നു. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഡോറ കാണാൻ. കൂടുതൽ അങ്ങനെയുള്ളത് കാണിക്കൊന്നും വേണ്ട. അല്ലാതെ നമുക്ക് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡോറ ചെയ്യാം. കുറച്ച് ഡേഞ്ചറാണ് മാം. അതെ അല്ലേ. ഡോറിന്റെ ഇത് ആ 3 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാലേ പിന്നെ എല്ലാം 3 സ്റ്റെപ്പ് ആയിട്ടേ പറയുള്ളൂ. എന്റെ മോള് ഇവിടെ അങ്ങനെയായിരുന്നു. എന്താ വെള്ളം വേണം എന്നുള്ളത് ഒന്ന് ഡോറയോട് ഡോറ പറയുന്ന രീതിയിൽ ഞാൻ പറയുള്ളായിരുന്നു. വെള്ളം ചോദിക്കണതും മാപ്പിനോട് ചോദിക്കണം അങ്ങനെയുള്ളതൊക്കെ പക്ഷെ എല്ലാ ഒരു 3 വീട്ടിൽ കഴിയുമ്പോ അവരാ ഡോറയെ മറക്കുക. ആ ഡോറ പറഞ്ഞ അവര് പിന്നെ ഡോറയായിട്ട് ജീവിക്കണം. അതാ പ്രശ്നം വരുന്നത്. ഡോറന്റെ ആ ഒരു ഡോറ എല്ലാം ഒരു 3 സ്റ്റെപ്പിലാണല്ലോ പറയുന്നത്. ആ 3 സ്റ്റെപ്പ് ഇവര് ഫോളോ ചെയ്യണം. പിന്നെ എല്ലാത്തിലും ഡോറയാണ്. അങ്ങനെയാകുമ്പോ പിന്നെ ഡോറ നിർത്തിയതാണ്. കാരണം എന്റെ മോളും മോനും ഡോറയുടെ കാണുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ഇതിൽ അവർക്കങ്ങ് മടുത്തു. അവര് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ലാതായി. എന്റെ മക്കളും അത് കണ്ടിട്ട് വളർന്നിട്ട് ഇപ്പൊ പറയുന്നത് ഡോറയ്ക്ക് എന്താ അത്ര പോലും ബുദ്ധിയില്ലേ, എവിടെ നിന്ന് കാണുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരുടെ ആ ഒരു മൈൻഡ് ഇപ്പൊ വളർന്നിട്ട് ഇപ്പൊ അവർക്ക് അത് കാണുന്ന ഒരു ഇന്നോസെൻസ് ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, ഹൗ ഇറ്റ് വിൽ ബി ലൈക്ക്, അത് അങ്ങനെ എഴുതാം. അതൊക്കെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതണം. ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നമുക്കും എന്ത് തോന്നണം, ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എങ്ങനെയായിരിക്കണം അത്. It should fulfill the rights of children and providing them an education of good quality. അതൊക്കെ നമുക്ക് എഴുതാലോ. സേഫ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ് ആയിരിക്കണം. ചൈൽഡ് റൈറ്റ്സ് ആർ റെസ്പെക്റ്റഡ്. ഓൾ ചിൽഡ്രൻ ഇൻക്ലൂഡിങ് ചിൽഡ്രൻഹുഡ്, എല്ലാ ലെവലിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഹു ആർ പുവർ, ഡിസേബിൾഡ്, ലിവിങ് വിത്ത് HIV. ചില കുട്ടികൾ ബൈ ബർത്ത് HIV പേഷ്യൻസ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു, അവരെ സ്കൂൾ മാറ്റണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നു മറ്റുള്ള പാരന്റ്സ്. സ്വന്തം കുട്ടികളെ അവരുടെ കൂടെ ഇരുത്താൻ താല്പര്യമില്ല എന്ന്. അങ്ങനെ കുറെ ഇഷ്യൂസ് നമ്മൾ ഈ HIV ഇൻഫെക്റ്റഡ് ആയ കുട്ടികൾ സ്കൂളിലുണ്ടെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊരു ഇതിലുള്ള കുട്ടികളാണെങ്കിലും, എന്ത് റിലീജിയസ് ഇതിലുള്ളവരാണെങ്കിലും എല്ലാരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എഡ്യൂക്കേഷൻ മീൻസ് ഓൾ ആർ ഈക്വൽ. ആ രീതിയിലായിരിക്കണം ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എങ്ങനെയായിരിക്കണം, ഒരു essay പോലെയാണ് എഴുതിയത്. ഏകദേശം 2.5 pages ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് സ്കൂൾ, എനിക്ക് തോന്നുന്നു KG സെഷനിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോ കുട്ടികൾക്ക് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ടാവില്ലേ അവരുടെ EVSലൊക്കെ. അപ്പൊ അങ്ങനെ കുറെ പിക്ചേഴ്സ് ഞാൻ അറിയുന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ചില സ്കൂളിന്റെ പിക്ചേഴ്സ് അവിടെ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ രീതിയിലുള്ളത് അതെല്ലാം കട്ട് ചെയ്ത് കിട്ടിയതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എന്റെ സാറാണ് കേട്ടോ, ആ മോണ്ടിസോറി സ്കൂളിലെ സാറ്. ഈ ഒരു ഫോട്ടോ അടുത്തൊരു ബുക്കിലമ്മ ഞാൻ ഇത് പത്രത്തിൽ ന്യൂസ് വന്നപ്പോ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാ ആ സ്കൂളിനെ കുറിച്ച്. പിന്നെ ക്ലാസ് റൂം ഇന്റീരിയർ എങ്ങനെയായിരിക്കണം അതിനെ കുറിച്ചൊരു essay. അതിന്റെ പിക്ചേഴ്സ് ആണ് കൂടുതൽ. ആ പിക്ചേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഈ പിക്ചേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഇമേജ് എടുത്തിട്ട് ഞാൻ ഒന്ന് അയച്ചിട്ടേക്കാം. മാം ഇത് LKG UKG ടെക്സ്റ്റ് ബുക്കിലുണ്ട് തോന്നുന്നു. അതെ അതെ കറക്റ്റ്. എനിക്കിത് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടിയതാ. ഇന്ത്യൻ എക്സ്പ്രസ്സോ അങ്ങനെ എന്തോ മോണ്ടിസോറി സ്കൂളിനെ കുറിച്ചിട്ട് എന്തോ ഒരു ആർട്ടിക്കിൾ ആ സമയത്ത് വന്നു. അതിലാണ് ഈ സാറിന്റെ സ്കൂൾ ഞാൻ അറിയണതും. ഞാൻ വഴിയിൽ ഇങ്ങനെ ബോർഡൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പോയത്. നെക്സ്റ്റ് ഒരു essay ആണ് എഴുതേണ്ടത്. സ്കൂൾ ഈസ് എ സോഷ്യൽ അവയർനെസ് സെന്റർ. നിങ്ങളുടെ
ഒപ്പീനിയൻസ്, അതിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസ് എഴുതുക. പിക്ചേഴ്സ് വേണമെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം ആ ഒരു സ്കൂളിന്റെ ക്ലാസ് റൂം. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Any reforms and changes in education should start in parents and family members. അപ്പൊ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ആദ്യം നമ്മളുടെ വീട്ടിൽ നിന്ന് അതിനൊരു ചേഞ്ചസ്, ഒരു റിഫോർമേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് നമുക്കറിയാം, നോട്ട് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ സ്കൂളിൽ മാത്രമല്ല, വീട്ടിലും അതിന്റെ കുട്ടികൾക്ക് അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഡിപ്പെൻഡ് അപ് ടു ഫാമിലി ഓൾസോ. The child should get experiences from the parents and other family members before reaching the school. Home is the school of children. ഒരു 3 years, 3.5 years ഒക്കെ കഴിയുമ്പോഴല്ലേ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. അതുവരെ അവരുടെ സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ ഹോമാണ്. സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ചേഞ്ചസ് ഇൻ എഡ്യൂക്കേഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദിസ് ഹോം ഇറ്റ് സെൽഫ്. ഓക്കെ, അതാണ് ആ ഡിസ്കഷൻ. പാരന്റ്സിന് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അബൌട്ട് ദ ചൈൽഡ് ഡെവലപ്മെന്റ്. ഇതോടുകൂടി ആ ഒരു അസൈൻമെന്റ് തീരുക. അസൈൻമെന്റ് ബുക്ക്, അങ്ങനെ കുറെ അസൈൻമെന്റ് ബുക്ക് ഉണ്ട്, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രം ഞാനിത് തരികയാണ്. കാരണം എല്ലാം കൂടെ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. റെക്കോർഡ് നമുക്ക് എഴുതാനുണ്ട്. ഇത് ഒരു പ്രീ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഇത് പറയാനായിരുന്നു ഇന്നത്തെ ദിവസം. ഇത് ഞാൻ എന്റെ വീട് ഷിഫ്റ്റിംഗ് ആയിരുന്നല്ലോ, എന്റെ ബുക്സ് കുറേ അവിടെ ഇവിടെയൊക്കെ മിസ് ചെയ്യാൻ. ഇങ്ങനെ എനിക്ക് കിട്ടിയപ്പം എനിക്ക് തോന്നി ഇന്ന് തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം. എന്റെ ടെക്സ്റ്റുകൾ ഞാൻ എന്റെ മാമിന്റെ അടുത്ത് നിന്നാണ് ടെക്സ്റ്റ് വാങ്ങിച്ചിരുന്നത്. എന്റെ ടെക്സ്റ്റ് മിസ്സായി ഞാൻ വിചാരിച്ചു. പക്ഷെ ലക്ലി ഐ ഗോട്ട് മൈ ഓൾ ദ ടെക്സ്റ്റ്. 8 ടെക്സ്റ്റ് ആണുള്ളത്. ഡിപ്ലോമക്കാർക്ക്, മോണ്ടിസോറി ഡിപ്ലോമക്കാർക്ക് 6 ടെക്സ്റ്റുമാണ്. ഇംഗ്ലീഷ് ഉൾപ്പെടെ 8 ടെക്സ്റ്റ് ആണ് ഉള്ളത്. ഇംഗ്ലീഷും പ്രാക്ടിക്കലും ഉൾപ്പെടെ 8 ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉള്ളതും കൂടെ ഉള്ള കണ്ടന്റ് ഞാൻ പറഞ്ഞു തരും. അതിനനുസരിച്ച് ഞാൻ റിപ്പോർട്ട്സും എഴുതുന്നത്. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഞാൻ 5 റെക്കോർഡ് ബുക്ക് അല്ലേ പറഞ്ഞത് അല്ലേ? പ്ലസ് ഈ ഒരു അസൈൻമെന്റ് ബുക്ക്. Already you have done many assignments and activities, but it should you have to keep this book with you whenever you are going for any teaching practice or whenever if you get any job related with Montessori, please keep this one. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേറെ എഴുതാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്കൂളിനെ കുറിച്ചും ടീച്ചിങ് മെത്തേഡും ടൈം ടേബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവേഷൻസ് എല്ലാം അതിൽ എഴുതി വയ്ക്കും. Time. Okay, just try to practice English also. അത്യാവശ്യം പറയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പറയുമ്പോൾ മാക്സിമം ഈവൻ ദോ ഞാൻ മലയാളം എങ്ങനെ പറഞ്ഞു പോയാലും നിങ്ങൾ പ്ലീസ് ട്രൈ ടു യൂസ് മോർ ഇംഗ്ലീഷ്. മാം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? അതല്ലോ ഇപ്പൊ വന്നേളൂ. ഞാന് ഒരു 10-20 ദിവസമായിട്ട് ഞാൻ പോയിട്ട് ഉംറയ്ക്ക് പോയതായിരുന്നു. ഓ ശരി. തിരിച്ചെത്തി. കുറച്ച് ദിവസം ക്ലാസ് കേൾക്കാനുണ്ട്. കേൾക്കൂ, സമയം പോലെ കേൾക്കൂ. നമ്മള് ഇംഗ്ലീഷിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നസീമ വി ആർ ജസ്റ്റ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ പ്യുവർലി ഇംഗ്ലീഷിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മിക്സഡ് ലാംഗ്വേജ് ബോത്ത് ഇംഗ്ലീഷ് മലയാളം യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ബട്ട് whenever you are using any languages, please try to use purely like slang. നമുക്ക് പല പല ഏരിയസിൽ നിന്നും വരുന്നവരായിരിക്കും, അപ്പൊ പല സ്ലാങ് ആയിരിക്കും. ചിലപ്പോ എനിക്ക് കയറി വരുന്നുണ്ടാകാം. ജസ്റ്റ് ട്രൈ ടു യൂസ് ദാറ്റ് പ്യുവർ മലയാളം, പ്യുവർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് തെറ്റി സംസാരിക്കാം അല്ലെ? പ്രാക്ടീസ് ചെയ്ത് ശരിക്കും പ്യുവർലി ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോഴേക്കും സ്കൂളിൽ പോകാനാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത് പറ്റും. നമുക്ക് ഇനിയുള്ള ടൈം നല്ലപോലെ അത് യൂസ് ചെയ്താൽ മതി. വൊക്കാബുലറി ഗ്രാമറിനെ പറ്റി ബോധർ ചെയ്യണ്ട, പക്ഷെ നിങ്ങൾക്ക് അത് രണ്ടും നല്ല രീതിയിൽ എടുക്കാനായിട്ട് സർ ആവുന്നുണ്ട്.
അതിന് ചില ആക്ഷൻ പ്ലാൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒരു 10 or 15 minutes നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും ചെയ്തു പോകാം. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ആ ഒരു ബ്ലോക്കിംഗ് എല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു. നസീമ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ആ ബ്ലോക്കിംഗ്, ആ ഇംഗ്ലീഷ് പറയാനുള്ള ബ്ലോക്കിംഗ് ഒക്കെ കുറെ പേർക്കൊക്കെ മാറിയില്ലേ? ഓക്കെ ഓക്കെ. അത് പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും അത് അങ്ങനെയാണ് എല്ലാ ഭാഷകളും പഠിക്കുന്നത്. ഷെമീറാണ്, എനിക്കും ആ ബ്ലോക്കിംഗ് ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഷിമിറ, ഈവൻ തോ എനിക്ക് വളരെ കൂടുതലായിരുന്നു. അല്ല, ഞാൻ സ്കൂളിലൊക്കെ പ്രസംഗിക്കും ഇംഗ്ലീഷിലൊക്കെ, അതൊക്കെ നോക്കി വായിക്കും. പക്ഷെ പറയുമ്പോ ഇങ്ങനെ ഒരു ടെൻഷൻ. പക്ഷെ നമുക്ക് വായിക്കുന്നത് നമ്മൾ ലാംഗ്വേജ് നമ്മൾ സ്പീച്ച് ചെയ്യുന്നത് രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. കാരണം അത് നമ്മൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാണ് പ്രശ്നം. മറ്റേത് നമ്മളിപ്പോ വായിക്കുന്നതും പ്രസംഗിക്കുന്നതും നമ്മൾ നോക്കി കേട്ട് നമുക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാം. പക്ഷെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന നമുക്കത് മോണ്ടിസോറി സ്കൂളിലെ അജിത് സാറിനെ പറ്റി പറഞ്ഞില്ലേ? സാറിന്റെ ഇംഗ്ലീഷ് ഭയങ്കര രസാട്ടോ. സാറിന്റെ ആക്സെന്റ് ഒക്കെ ഭയങ്കര രസാ. സാർ പ്രൊഫസറാണ്. വലിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പല യൂറോപ്യൻ കൺട്രീസിലും അല്ലാതെയുള്ള കൺട്രീസിലെല്ലാം പോകുമായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, സാർ എനിക്ക് സാറിന്റെ ആക്സെന്റ് ഭയങ്കര ഇഷ്ടമായി. സാർ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ജിഷ, ഏത് ലാംഗ്വേജ് മോക്കിംഗ് ആണെന്ന്, അനുകരണമാണെന്ന്. അതെ അതെ, ശരിക്കും സാറിന്റെ കൂടെ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ സാറിന്റെ ആ ഒരു സ്ലാങ് നമുക്ക് വരുമായിരിക്കും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു ടോണിൽ നമ്മൾ സംസാരിച്ചു പോലെ, അപ്പൊ ശരിക്കും നമ്മൾ അറിയാതെ തന്നെ മോക്ക് ചെയ്യുവാണ് ചെയ്തത്, അത് അനുകരിക്കുക. അപ്പൊ നല്ല ഇംഗ്ലീഷ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അത് കേട്ട് കേട്ട് നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ടോണിൽ അത് വരും. കേട്ട് കേട്ട് നമുക്കത് പറയാൻ പറ്റും. ഇത് തന്നെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നടക്കുന്നത്. നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ കുട്ടികൾ അതുപോലെ തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ നിങ്ങൾക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ആൽഫബറ്റ്സോ. നമ്മുടെ 3rd ബാച്ചിൽ ഒരു കുട്ടി സാൻഡ് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇതുപോലെ പ്രീ സ്കൂൾ ഏജ് ഉള്ള ഒരു മോൻ എന്തോ ഉണ്ട് ആൾക്ക്. ചുമ്മാ മോന്റെ കയ്യിൽ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് വെറുതെ അവനെ കൊണ്ട് അതിലൂടെ വെട്ടി, ലെറ്റേഴ്സ് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല, ചുമ്മാ അങ്ങനെ കൈ പിടിച്ചിട്ട് എ വരപ്പിച്ചു. അവൻ ഭയങ്കരമായിട്ട് ഗിഗിൾ ചെയ്തു, ഭയങ്കര ഇഷ്ടമായി. അവൻ കണ്ടിന്യൂസ് എ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു സാൻഡ് പേപ്പറിലൂടെ. അതേസമയം ഒരു സ്മൂത്ത് സർഫസിൽ അത്രയും ടൈം ചെയ്യില്ല കുട്ടികൾ. അതാണ് ഈ സാൻഡ് പേപ്പർ മൂവബിൾ ആൽഫബറ്റ്സിന്റെയും മൂവബിൾ നമ്പേഴ്സിന്റെ ഒരു ഡിഫറൻസ്. അതാണ് ഈ മെത്തേഡിന്റെ ഒത്തിരി പോസിറ്റീവ്. അതാ കുട്ടികൾ എപ്പോഴും ആ റഫിന്റെ, കാരണം അവരുടെ ഫിംഗർ ടിപ്പിൽ അതിന്റെ ഒരു സെൻസേഷൻ വരും. സ്മൂത്തിനേക്കാൾ കൂടുതൽ റഫിലൂടെ അവർ കൈ ഓടിക്കുമ്പോൾ അവർക്ക് ഒരു കുറെ ഇമ്പൾസസ് അവരുടെ ഈ കൈയിലേക്ക് ഇങ്ങനെ കയറും. അത് അവർ നേരെ അവരുടെ ബ്രെയിനിലെത്തും. അപ്പൊ അവർ ആ ലെറ്റർ അത് പഠിക്കുക. നമ്മള് ചെറിയ ക്ലാസ് എന്താ ചെയ്യണേ, പെൻസില് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുവല്ലേ, നമ്മുടെ കൈയും വേദന എടുക്കും. അതെ, അപ്പൊ കൈ വേദനിക്കുമ്പോ നമുക്ക് ഇറിറ്റേഷൻ ദേഷ്യം വരും പിള്ളേർക്കൊക്കെ ആവുമ്പോ. പക്ഷെ ഇതാവുമ്പോ പിന്നെ അവർ സ്വയം ചെയ്യുമ്പോ അവർക്ക് സന്തോഷം. അത് അവർക്ക് ആ റെഫറൻസിലൂടെ അവർ ഇങ്ങനെ കൈ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല സെൻസേഷൻ, അവരുടെ ടച്ച് എന്നുള്ള സെൻസ് യൂസ് ചെയ്യുക. അതിലൂടെ അവർ ഫീൽ ചെയ്യുവാണ് ലെറ്റേഴ്സ്. അങ്ങനെയാണ് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ഇപ്പൊ അത് പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ചില അക്ഷരങ്ങൾ എഴുതാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന കുട്ടികൾക്ക് ഞാനത് പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. പിന്നെ ഈ പഠന വൈകല്യത്തിന് ഈ LDM ക്ലാസ്സിന് പോയപ്പോഴും അവിടെ ഇതേപോലത്തെ ഇതാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയുള്ള സാൻഡ് പേപ്പർ, അതുപോലെ എയറിൽ റൈറ്റിംഗ്, വാട്ടറിൽ റൈറ്റിംഗ്, അങ്ങനത്തെ കുറെ ഐറ്റംസുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നോട് ആ കുട്ടി പറയുണ്ടായി, അത് 2 ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിന്ന്. ഈ സാൻഡ് പേപ്പറിന്റെ നമ്പറാ. അപ്പൊ ഒരെണ്ണം ഭയങ്കര റഫ്, ഒരെണ്ണം അത്ര റഫ് അല്ല. പക്ഷെ നല്ല റഫ് ഉള്ളതാ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടേന്ന്. അപ്പൊ ഏത് റഫ് കട്ട് ചെയ്യണമെന്ന് കൊച്ചിനെ കൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പൊ സ്വന്തം കുട്ടിയിൽ തന്നെ അത് ആദ്യം ഒന്ന് പരീക്ഷിച്ചിട്ട് കൂടുതൽ പേപ്പേഴ്സ് വാങ്ങാന്ന് പറഞ്ഞ് 2 പീസ് A4 സൈസ് എന്തുമാണ്. അപ്പൊ കുട്ടിക്ക് കൂടുതൽ റഫ് ആയിട്ടുള്ളതാണ് ഇഷ്ടമായത് മറ്റേതിനേക്കാളും പറയുന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇനി മോർ അത് കൂടുതൽ വാങ്ങി വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ക്ലാസ്സിന്റെ കാര്യങ്ങള്. ഇനി നമ്മൾ കൂടുതൽ പ്രാക്ടിക്കൽ സെഷൻസിലേക്ക് പോവുകയാണ്. അപ്പൊ വി ഹാവ് ടു യൂസ് ഓൾ അവർ സെൻസസ് ലൈക്ക് വിഷൻ, ഹിയറിംഗ്,
ടച്ച്, സ്മെൽ, ടേസ്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെഷൻസ് ഇനി ഈ മീൻസ് കോഴ്സ് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ, യൂസിങ് ഓൾ ദ സെൻസസ്, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കാരണം എനിക്കറിയാം നിങ്ങളെ വീട്ടിൽ പല പണികളും ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി ആയിരിക്കും ഈ വീഡിയോ കാണുന്നതും എല്ലാം അല്ലെ. അപ്പോ ഫുള്ളി ഇതിൽ ആവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ചിലപ്പോ എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കും. അപ്പൊ ഫുൾ ആയിട്ട് മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അത് ക്ലാസ് റൂമിൽ ഇടോ? ഏതൊക്കെ മെറ്റീരിയൽ? തീർച്ചയായിട്ടും നല്ല ഓട്ടത്തിലാ, ഈ വീഡിയോ ഷിഫ്റ്റിങ്ങിന്റെ ഓട്ടത്തിലായിരുന്നു, അതാണ് പറ്റിയത്. ഇന്നാണ് എനിക്ക് ഈ ബുക്സ് എല്ലാം കിട്ടിയത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്, കാരണം നമുക്ക് ഈ ബുക്സ് മിസ്സായത് നമ്മൾ എനിക്ക് സെയിം കോപ്പി കിട്ടി, പക്ഷെ എനിക്ക് അത് അങ്ങോട്ട് സുഖാവില്ല. ഞാൻ വായിച്ചതും ഞാൻ അതിനകത്ത് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കാണുമ്പോൾ എനിക്ക് അന്ന് 2017 ഇത്രയും വർഷം പുറകിലാണെങ്കിലും എനിക്ക് ആ ക്ലാസ് റൂം ഓർമ്മ വരും. എന്റെ ടെക്സ്റ്റ് കിട്ടിയപ്പോ എനിക്ക് അത് ഓർമ്മ വരുമായിരുന്നു. എനിക്ക് എന്റെ ഒരു കോപ്പി കിട്ടിയപ്പോ എനിക്ക് ഒട്ടും അത് പറ്റണില്ലായിരുന്നു. എന്റെ ടെക്സ്റ്റും ഈ അസൈൻമെന്റും ബുക്കും കിട്ടി കഴിഞ്ഞപ്പോ ഇനി ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. സോ നമുക്ക് ക്ലാസ്സിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നേരത്തെ കിട്ടേണ്ടതായിരുന്നു. എവിടെയോ എന്തിന്റെയോ ഇടയിൽ ഇരിക്കുന്നു, കുറേ നോക്കിയിട്ടും കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്റെ മാമിനെ വിളിച്ച് മാം എനിക്കൊരു കോപ്പി അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. പക്ഷെ അത് വേറൊരാൾ യൂസ് ചെയ്തത് എന്റേതായ ഒരു ടച്ച് ഇതിലില്ലല്ലോ. അവിടെ നമ്മുടെ സെൻസിറ്റിവിറ്റിയാ. ഞാൻ കുറേ ടച്ച് ചെയ്തു, ഞാൻ ഫീൽ ചെയ്ത ബുക്ക് കിട്ടിയപ്പോ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. ഓക്കെ, ക്ലാസ് റൂമിൽ ഷെയർ ചെയ്താൽ മതി മാഡം. തീർച്ചയായും. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ക്ലാസ് കഴിഞ്ഞു. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night. താങ്ക് യു മാം. Okay, Thank you, ma'am. bye.